ഹലോ അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ ചാനൽ ആരംഭിക്കുകയാണ്. ഇന്ന് വ്യത്യസ്തമായ അതിഥികൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. നിങ്ങൾ ഫുൾ വീഡിയോ കാണുക, അപ്പോൾ അവരെ കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ തേങ്ങാച്ചോറ്. അപ്പോൾ തേങ്ങാച്ചോറ് വേണ്ട അരി എടുത്തു, ആവശ്യത്തിനുള്ള അരി എടുക്കുക. നമുക്ക് എത്ര വേണ്ടിച്ചാൽ അത്രയും അരി എടുക്കുക. ചെറിയ ഉള്ളി വൃത്തിയാക്കി എടുക്കുക, ഉലുവ, തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കരുതി വെക്കുക. ചെറുള്ളി നമുക്ക് ഒരു പിടി രണ്ട് പിടി ഒക്കെ ഇടാം. ചെറുള്ളി എത്ര ഇട്ടാലും അധികം ആവുന്നില്ല, ഓവറാവരുന്നാൽ മതി, ഒരു പാത്തിനിടുക. ഉലുവ അതുപോലെ അത്യാവശ്യം ഉലുവ ഇടണം, ഓവറാവരുത്, തീരെ കമ്മിയാവും ചെയ്യരുത്. ഇതൊക്കെ നമ്മളെ അരിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് വേണ്ടത്ര എടുക്കാവുന്നതാണ്. തേങ്ങ ഒരു 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങ അത്യാവശ്യം ഇട്ടാൽ അതിൽ ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്ക് എല്ലാ അളവിന് കമ്മിയായി കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ രുചി മാറും, കുറവായിരിക്കും. ഓവറായി കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു കുത്തലും കിട്ടും. അപ്പോൾ ഒക്കെ പാകത്തിനെടുത്തിട്ട് സെറ്റാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ബീഫൊക്കെ ആവശ്യമായ സാധനങ്ങൾ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, കുരുമുളക്. നമ്മൾ കൂടുതൽ മസാലകളൊന്നും ഒരുപാടൊന്നും ചേർക്കില്ല, പാകത്തിന് ചേർക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫുക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ ബീഫൊക്കെ ആവശ്യമായ സാധനങ്ങളൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്, അതൊക്കെ ചേർക്കുന്നുണ്ട്. കുറച്ച് മല്ലിപ്പൊടി എടുക്കുക, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മസാലകളൊന്നും അധികമല്ല, ഒക്കെ കുറേശ്ശെ അളവൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആർക്കും പുതുതായിട്ട് കാണുന്ന അളവില്ല. ഇത് ഞങ്ങൾ ചുമ്മാ രസനം എടുത്തത് മാത്രം, ചെറിയൊരു വിശേഷമായിട്ട് മാത്രമേ ഉള്ളൂ. മക്കളെ, മലപ്പുറത്ത് കരുവാരുകുണ്ടിൻ്റെ ബീഫാണ്, പുന്നക്കാടിൻ്റെ ബീഫാണ് ഏറ്റവും അടിപൊളി ബീഫ് എന്ന് എല്ലാവർക്കും അറിയാം. മൊത്തത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു ബീഫാണ്. അപ്പോൾ നമ്മൾ തേങ്ങാച്ചോറ് അങ്ങനെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല പരുവത്തിന്, നല്ല കുറച്ച് വില കൂടിയ അരിയാണ്, പക്ഷെ അത് അരി വണ്ണമുള്ള അരിയാണ്. നല്ല തേങ്ങ അത്യാവശ്യം നല്ല ഉണ്ടായതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ മക്കളെ, നമ്മളെ ബീഫ് സെറ്റായിട്ടുണ്ട്. ഞങ്ങൾ അതിനകത്ത് വെള്ളം, ആ ബീഫിനകത്ത് ഉണ്ടാവും അത്യാവശ്യം വെള്ളം, ഒരു ശകലം വെള്ളം വെച്ചായിരുന്നു, ഒരു ചെറിയ 2 കയ്യിൽ വെള്ളം. എന്താ വെച്ചാൽ നമുക്കിതിനി തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് സെറ്റാക്കാണ്ട്, അപ്പോൾ കുറച്ച് വെള്ളം വേണം താനും, തീരെ വെള്ളം എല്ലാവർക്കും പറ്റത്തില്ല. അപ്പോൾ ഇത് ഒരു പരുവത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബീഫിലേക്ക് വേണ്ട സംഗതികളൊക്കെയാണ്. തേങ്ങാക്കൊത്തുണ്ട്, സബോള ഇട്ടിട്ടുണ്ട്, കുറച്ച് സബോള, വളരെ കുറച്ചുള്ളൂ കേട്ടോ. മെയിൻ ചെറിയുള്ളി ആയിരുന്നു ബീഫിലേക്ക് ചേർത്തത്. അപ്പോൾ നമ്മൾ ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി, അല്ല ഒരു ചെറിയ ഗ്രേവി ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയിലേക്കാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഇട്ടിട്ട് തേങ്ങാക്കൊത്തിട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അത്യാവശ്യം ഒരു പരുവത്തിന് മൂപ്പിച്ചെടുത്തിട്ട്, ഇത് ഇവിടുത്തെ ഒരു പ്രത്യേക സ്പെഷ്യലാണ്. നമ്മളതിൻ്റെ പെണ്ണുണ്ടാക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു സ്പെഷ്യൽ ബീഫാണ്. തേങ്ങ കൊത്തിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവുമായിരിക്കും. ചില ആൾ പച്ചക്കിടും, എല്ലാം വെന്ത് കഴിഞ്ഞിട്ട് ചുമ്മാ ഒന്നിടും. അപ്പോൾ ഇത് നല്ല ഒരു പരുവത്തിന്, ഈ ഒരു ബ്രൗൺ കളർ പരുവത്തിന് വരുമ്പോൾ ഇളക്കി ഒന്ന് ഉഷാറാക്കിയിട്ട് ഇച്ചിരി ബ്രൗണാക്കി മാറ്റുക. ഇത് ഭയങ്കര ടേസ്റ്റാട്ടോ ഇത് കഴിക്കാൻ. ഇത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക, അതിനൊരു രസം അറിയണമെങ്കിൽ. ആ ഒരു എണ്ണ ഇങ്ങനെ ഇറങ്ങും, തേങ്ങയിലെ എണ്ണ പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യും. കുറച്ച് കരിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയാൽ, കരിവേപ്പില ഇട്ടെടുത്ത് ഇളക്കി കൊടുക്കുക. അതിനിടയിൽ വാവ വിളിക്കുന്നുണ്ട് കേട്ടോ, വാവനെ നമുക്ക് കാണിച്ചു തരാം. വാവയും പെണ്ണും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ. നമ്മൾ വോയിസ് ഓവർ കൊടുത്താണ്. കുറച്ച് മുളക് പൊടി, ഉള്ളിയിലേക്ക് ആവശ്യമായ മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ. കുറച്ച് ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ച്. അവിടെ വാവനെ കണ്ട, വാവ ഇടയ്ക്ക് മിന്നുന്നുണ്ട് കേട്ടോ, വാവക്ക് നാണാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് കൂടി മൂക്കാം, ആ മസാല ഒന്ന് എണ്ണയിൽ കിടന്നിട്ട് മൂക്കട്ടെ. എന്നതിന് ശേഷം നമുക്ക് ബാക്കി കാണിക്കുന്നതാണ്. ബാവ പോയിട്ട് 3 വർഷം കഴിഞ്ഞു. കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കണം നമുക്ക്. കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി വഴറ്റിയെടുക്കണം. ആ സമയത്ത് നമ്മളെ മക്കളെക്കുറിച്ച് ഒരു വിശേഷങ്ങൾ പറയാം. പോയിട്ട് 3-3.5 വർഷം ആവാറായിട്ടുണ്ട് കേട്ടോ. അവനൊരു 19 വയസ്സിലാണ് പോയത്. ചെറുപ്രായത്തിൽ തന്നെ ഒരു വിസിറ്റിങ്ങിന് പോയി, അങ്ങനെ സെറ്റായി അവിടെ നിന്നു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് റായത്താണ്. അവൻ്റെ ഷെഫിൻ്റെ പണിയാട്ടോ ഹോട്ടലിൽ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് ഗ്രേവി ഒഴിക്കുക, ബീഫിൻ്റെ ഗ്രേവി കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഈ തേങ്ങ, ഈ ബീഫ്, ഈ ഗ്രേവി കടന്നിട്ട് ഒന്ന് വേവാണ്ട് ആ തേങ്ങയുടെ ആ ഒരു എണ്ണ ഒന്ന് വെളിയിൽ വരികയും ഈ മസാല അതിലേക്ക് കയറി പിടിക്കുകയും ചെയ്യണം. അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും മക്കളെ. അതിൻ്റെ ഒരു രസമൊക്കെ എന്ന് പറയാൻ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുക, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ മക്കൾ 2 പേരും പുറത്താണ്. ബാവ, ഷിബിൽ ഷാൻ 2 പേരും പുറത്താണ്. ഷിബിൽ മോൻ ജിദ്ദയിലാണ്, സൗദിയിൽ. ബേബിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ബേബി വന്നിട്ട് ഇപ്പോൾ 2 മാസം 2.5 മാസമായി, 3 മാസത്തോളം ആവാനായിട്ടുണ്ട്. ഇനി വാവ വരുവോളം ബേബി അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ബീഫ് ഇതിനകത്തേക്ക് ഇടുകയാണ് കേട്ടോ. ബീഫ് ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഇച്ചിരി നേരം ഒന്ന് തിളപ്പിക്കാൻ വെക്കണം.
അപ്പോൾ വാവ ലൈവിൽ ഓൺലൈനിലവിടെ വീഡിയോ കോളിൽ സംസാരിക്കുന്നുണ്ട് പെണ്ണു പോയിട്ട് കേട്ടോ. ഞാനും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഈ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ബീഫിൻ്റെ. വാവ ഷെഫാണ്, അവന് എല്ലാ പരിപാടികളും അറിയാം അത്യാവശ്യം, ഒന്നും കുഴപ്പമില്ല, അൽഹംദുലില്ലാ റാത്ത്. പിന്നെ ബീഫുണ്ടോ നല്ല തിളപ്പിച്ചെടുക്കുക. കണ്ടോ നമ്മുടെ കൊച്ചുമോൻ കണ്ടോ മെടുക്കാൻ പാവം കണ്ടോ. 18-19 വയസ്സിലെ ആൾ ഞങ്ങളെ വിട്ട് പോയതാണ്. ഇപ്പോൾ 3.5 വർഷമായി. അവൻ്റെ നല്ലൊരു വളർച്ചയുടെ സമയവും അവൻ്റെ കളിച്ചടക്കുന്ന പ്രായമൊക്കെ ഞങ്ങൾക്ക് വേണ്ടി അവൻ മാറ്റി വെച്ചു. അൽഹംദുലില്ലാ. ഞങ്ങൾ ഈ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ 2 മക്കളെയും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവർ വളരെ ജോളി വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങളെ കൂടെ ഇരുന്നതാണ്. പക്ഷേ പ്രവാസം, അത് ഓരോ പ്രവാസിയുടെയും അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ, ഞാനായിട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബീഫ് ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിത് ഒരുപാട് വറ്റിച്ച് ഇങ്ങനെ പരട്ടാക്കി എടുക്കൊന്നുമില്ല. ഒരു ചെറിയ ഗ്രേവി ഇതിനകത്ത് വേണം. അപ്പോഴേ നമുക്ക് ആ തേങ്ങയുടെ ഒരു ടേസ്റ്റും ഫീലിങ്ങും കിട്ടുള്ളൂ. നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. സിമ്പിളാണ്. പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് മസാല വേണ്ട, ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട. ഒരു മുറി തേങ്ങ കൊത്ത് മാത്രം മതി എക്സ്ട്രാ. അത് അപ്പോൾ കേസ് നമ്മളെ വാവനെ നിങ്ങളിതുവരെ ആരും കണ്ടിട്ടുണ്ടാവില്ല. വാക്ക് ഭയങ്കര നാണാണ് കേട്ടോ. ഇനി വന്നാൽ അവരെ വീഡിയോയിൽ പിടിച്ച് ഞാൻ എങ്ങനെ ഇടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ശരിയുണ്ടോ. ഇടയ്ക്ക് വരും, ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കണമെന്ന് തോന്നുന്ന ആൾ, മുഖം ഇടയ്ക്കൊന്ന് മറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും വരും, ഇടയ്ക്ക് പോവും. അവന് ചിരി വരുന്നുണ്ടേ. അപ്പോൾ അവൻ്റെ വീഡിയോയിൽ പെടുത്തുന്നുണ്ട് എന്ന് അവന് മനസ്സിലായി. അപ്പോൾ അതാണ് ഒഴിഞ്ഞു മാറ്റം. മാറാനും പറ്റില്ല, വർക്കിലല്ലേ. അവൻ ചുമ്മാ ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും പകലൊക്കെ. വൈകുന്നേരം പിന്നെ വിളിക്കും, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വേറെ വിളിക്കും. പകൽ കുറച്ച് സമയം വിളിക്കും, വലിയ തിരക്കില്ലാത്ത സമയം നോക്കിയിട്ട്. അപ്പോൾ ഞങ്ങൾ കുട്ടി പോയിട്ട് 3.5 വർഷമായി എന്ന് പറഞ്ഞല്ലോ ഞാൻ. അത് വല്ലാത്തൊരു മിസ്സിങ്ങാണ്. കാരണം ഞാനും കുറച്ച് കാലമാണെങ്കിൽ 5-6 വർഷത്തോളം ഞാനും പ്രവാസിയായിരുന്നു. ആ ഒരു വിഷമമൊക്കെ എനിക്കും അറിയാം, അനുഭവങ്ങളൊക്കെ എനിക്കും അറിയാം. അപ്പോൾ ഞാൻ എല്ലാം സഹിച്ച് കടിച്ച് പിടിച്ച് തന്നെയാണ് നമ്മളിവിടെ നാട്ടിൽ നിൽക്കുന്നത്. കാരണം ഇപ്പോൾ അവൻ കഷ്ടപ്പെട്ടാൽ അവനതിൻ്റെ ഗുണം ഉണ്ടാവും. ഞാനെപ്പോഴും പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ 2-3 വർഷം 4-5 വർഷം അവിടെ നിന്നാലും കുഴപ്പമില്ല. പിന്നീട് ജീവിതത്തിലുള്ള അത്രയും കാലം അതിൻ്റെ ഫലം, അതിൻ്റെ ഗുണം അനുഭവിക്കാൻ പറ്റും. എന്നെങ്കിലേ അത് അതിൻ്റെതായ ഗുണത്തിലെത്തുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ആ ഒരു ഇതിലങ്ങനെ നിൽക്കുകയാണ് ആളവിടെ. വരാൻ ആഗ്രഹമൊക്കെ ഉണ്ട് ഒരുപാട്. എന്തായാലും ഇൻഷാ അല്ലാഹ് 2 മാസം കഴിഞ്ഞ് എത്തുന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ കഴിക്കുന്നത്. അതുപോലെ ഷിബി തന്നെ ഞങ്ങളെ ഒരുപാട് മിസ്സിങ്ങാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെ മക്കൾ. അപ്പോൾ നമ്മളെ ബീഫ് ഇങ്ങനെ ചിഹ്നം ഭിന്നമായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അത് ഇനി കേട്ടോ ഇച്ചിരി നീരങ്ങ് വറ്റിയാലുണ്ടത്. ഇങ്ങനെ ഇച്ചിരി വെള്ളം നീട്ടി വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുക്കറിലിട്ട് നമ്മൾ വേവിച്ചതാണ്. അപ്പോൾ കുറച്ച് നീരുണ്ടാവും. പിന്നെ മാത്രമല്ല ഈ തേങ്ങാക്കൊത്തുണ്ടല്ലോ, ഈ സാധനം തേങ്ങാക്കൊത്ത് ഇങ്ങോട്ട് വെന്തിട്ട് അതിൻ്റെ ആ എണ്ണ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഈ മസാല അങ്ങ് കയറി പിടിക്കണം. അപ്പോഴാണ് മക്കളെ ആ ഒരു വൈബ് വരിക, അടിപൊളി ടേസ്റ്റ് വരും. ഒരു പപ്പടം പൊരിക്കട്ടോ, ഒരു ഇച്ചിരി എണ്ണയിൽ പപ്പടം ഓഫാക്കിയിട്ട് പൊരിക്കും. കുറഞ്ഞ എണ്ണ മതി, സിമ്പിളായിട്ട് പൊരിക്കാൻ പറ്റും. ഏതാ ഐഡിയ നോക്കണെങ്കിൽ. ഹലോ ഗൈസ്, നിങ്ങളോട് പറയാനുള്ള വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 2 ഐറ്റംസ് സാധനങ്ങളുണ്ട്. കാരണം നിങ്ങളിതാ വെറുതെ കച്ചറ ഉണ്ടാക്കി നടക്കുകയാണ്, ഒരു പണിയില്ല ഇവിടെ. എന്താ പരിപാടി? എന്താ പറയണു? ഒരു ഹായ് കൊടുത്താ നമ്മളേ എന്നാ ടാറ്റ കൊടുത്ത. ടാറ്റ കച്ചറ ഉണ്ടാക്കണ പെണ്ണായിരുന്നാ, കച്ചറ ഉണ്ടാക്കി. ഞാൻ അടുത്തൊരു ഇനം വേറെ ഉണ്ടോ അവിടെ. ഹലോ ഗേസ്, ഇത് നമ്മുടെ മൂത്ത മോൻ ഷിബിൽ ഷാ എന്ന് പറയും. എന്നാ വിശേഷം? ഫോണ് ഐഫോൺ വിട്ടണ്ട, ഒരു ഐഫോണ് പോട്ടെ. ബാവനെ കാട്ടി കൊടുത്തു, ഞാൻ എന്നെ കൂടി കാട്ടി കൊടുക്കുക. ഏതായാലും ഇപ്പൊ 2 ആയില്ലേ. ബാവ ഏതായാലും കയറി, ഇനി ജൂണി കയറിക്കോ ചാനലില്. ആ നമ്മളെ സബ്സ്ക്രൈബറിനോട് എന്താ പറയാ? സബ്സ്ക്രൈബറിനോട് എന്താ പറയാ? അത് നമുക്ക് നോക്കാം. ഇതെന്താ അവരോട് പറയാ? നമ്മളെ സബ്സ്ക്രൈബറിനോട് എന്താ പറയാ?
പോറ്റേ കോൺഗ്രസ് ബെൽറ്റ്. അപ്പൊ അങ്ങനെ ഞങ്ങള് തേങ്ങാച്ചോറും ബീഫും ഉണ്ടാക്കുന്നു. തേങ്ങാച്ചോറും ബീഫും ആ ആ ഇത് എനക്ക് വേണോ? കുബൂസും കോയച്ചിയോ? ഞാൻ കൊറേ കഴിച്ചാലടാ, നിങ്ങളൊക്കെ കഴിക്കേ. ഞാൻ കൊറേ കഴിച്ചാലേ, നിങ്ങളൊക്കെ കഴിക്കേ. നോക്കെന്താ പണിതാ തന്നെ പണി, വ്ളോഗ് ചെയ്യാ, യൂട്യൂബറല്ലേ നീ ചെലവിനൊക്കെ മക്കളൊക്കെ ഉണ്ടാക്കുക, നമ്മള് യൂട്യൂബറാകുക. ആ കാശ് വരും ഇൻഷാ അല്ലാ. കാശ് വരാതെ പോയ വീഡിയോ എല്ലാരോടും പറയാ, നമ്മളെ സബ്സ്ക്രൈബറോട് പറയാ, സെറ്റാക്കാൻ പറയാ. നോക്കെന്നാ അസ്സലാമു അലൈക്കും. പിന്നെ അതിന്റെ കൂടുതൽ കൂടി അമർത്താലേ, പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത് ചാനലിന്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കാം. അപ്പൊ എല്ലാരോടും നോക്കെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെ പോലെ ഫാമിലി നോക്കി, ഫാമിലി വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയിക്കാം, ഒരു ദിവസം ഞങ്ങൾ വീഡിയോ ചെയ്യാം, അവരൊക്കെ വരട്ടെ. വാവ വന്നിട്ടാവാന്ന് വിചാരിക്കുന്നുണ്ട്. ഷിബി എപ്പോഴും വരുമെന്ന് അറിയില്ല. ഷിബിൻ്റെ വരവ് നമുക്ക് അങ്ങനെ കറക്റ്റ് ഡേറ്റ് പറയാൻ പറ്റില്ല. വാവ ഏതായാലും 2 മാസം കഴിഞ്ഞാൽ വരും ഇൻഷാ അല്ലാ. അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാമിലിയെക്കുറിച്ച് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ വലിയ മോനെന്ന് പറഞ്ഞ് കാണിച്ചത് മരുമകനാണ്, ബേബിൻ്റെ ഹസ്ബൻഡാണ്, അമ്പിളിൻ്റെ ഡാഡയാണ്. വാവച്ചി ബേബിൻ്റെ നേരെ മൂത്തൊരു മോനാണ്. ആകെ 2 മക്കളേ ഉള്ളൂ. നമുക്ക് 3ആയി. ഇൻഷാ അല്ലാ 4 പേരെ വേണം മൊത്തം. ഒരാളെയും കൂടി നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. മരുമകളായിട്ട് വേണ്ട, മകളായിട്ട് നമുക്ക് കിട്ടണം ഇൻഷാ അല്ലാ. അതിന് പറ്റിയ കുട്ടികളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ചുമ്മാ പറഞ്ഞാണ് സംഗതി. വന്ന കല്യാണം നോക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അനുയോജ്യമായ കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാം സെറ്റാക്കിയിട്ട് അവനെ പറഞ്ഞു വിടും. പറഞ്ഞ് വിടാതിരിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഉള്ള പ്ലാനുകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അവന് പോകാനായിരിക്കും താല്പര്യം, കാരണം അവനിപ്പോൾ അവിടെ പോയി സെറ്റായില്ലേ. അപ്പോൾ ഒന്നും കൂടി സെറ്റായാലെന്നുള്ള അഭിപ്രായം ഉണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി അറിയുക ഓരോന്ന്. അപ്പോൾ ഞാൻ ചോറുണ്ടാണ്, ബേബിക്ക് അവിടെ ചെറിയ പരിപാടി ഉണ്ട്. പെണ്ണ് കുട്ടിക്ക് ചോറ് കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് തന്നെയാണ് കഴിക്കുന്നത്. പക്ഷേ കുട്ടിക്ക് ചോറ് കൊടുക്കുമ്പോൾ നമുക്ക് കരുതിയ മാതിരി എല്ലാവർക്കും ഒരുമിച്ച് ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ ഒരുമിച്ച് തന്നെയാണ്. അപ്പോൾ കുട്ടിക്ക് ഫുഡ് കൊടുക്കണ്ടേ. അപ്പോൾ ആ ഒരു സെറ്റപ്പിൽ പുറത്തൊക്കെ ഇരുന്ന് കാക്ക, പൂച്ച, ബൗബു, മിയാവു എന്നൊക്കെ പറഞ്ഞ് പെണ്ണ് അങ്ങനെ കൊടുക്കും. ബേബിനെ കൊണ്ടൊന്നും അതിന് കഴിയൂല. അപ്പോൾ പെണ്ണ് മെനക്കെട്ട് കൊടുക്കും. അൽഹംദുലില്ലാ ഖൈർ. അപ്പോൾ ഇൻഷാ അല്ലാ ഈ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വേറെ വഴിക്ക് പോകുന്നുണ്ട്, ഒരു വെള്ളച്ചാട്ടം കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും.